അപ്പോൾ ഇവർക്ക് നമസ്കാരം. നമ്മളിത് ഒരു കൊച്ചു യാത്രയിലാണ് കേട്ടോ, ജസ്റ്റ് ടൗണിൽ വരെ പോവാണ്. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞടാ ഇന്ന് ശനിയാഴ്ചയൊക്കെ അല്ലേ, എന്നാൽ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളുടേതായിട്ടുള്ള ചില സ്പെഷ്യൽ ബിരിയാണികളുണ്ട്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ആ ബിരിയാണി നമുക്കൊന്ന് കാണാം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. നമ്മൾ കടയിൽ പോയി ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ചിക്കൻ ഒരു ഫുൾ ചിക്കനാണ് വാങ്ങിച്ചത്. അതിൻ്റെ അകത്ത് കുറച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ. ഇത്രയും പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കണം. അപ്പൊ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു, കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അമ്മയും അച്ഛനൊക്കെ ഫ്രണ്ടിൽ നിന്ന് TV കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ നമ്മുടെ ഈ ചിന്ന കിച്ചണിൽ നിന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് കേട്ടോ. ഇതെന്നാ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്. അത് നമ്മൾ ഈ ചിക്കൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യാൻ പോകും. നമ്മുടെ ഇന്നത്തെ ബിരിയാണി ഒരു സ്പെഷ്യൽ ബിരിയാണി എന്നൊക്കെ പറയാമെന്നറിയാം. ഇതൊരു സംഭവം ഉണ്ടാക്കുവാണ്, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ലേശം വിനാഗിരി ആട്ടോ. ഇത് ആക്ച്വലി സിന്തറ്റിക് വിനാഗിരിയാണ്. കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ചിക്കൻ പീസ് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആക്ച്വലി നമുക്കിത് രാത്രി കഴിക്കാനായിട്ട് ഇത്രയും ചിക്കൻ ഒന്നും വേണ്ട. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ നിങ്ങൾ 3 പേര് കൊണ്ട് ഇത്രയും ചിക്കൻ എന്തിനാന്ന് വിചാരിക്കും. ഇത് ഫുള്ള് നമുക്ക് ഇപ്പൊ കഴിക്കാനുള്ള അല്ല കേട്ടോ. നാളെ പകല്, അതായത് ഈ ചിക്കൻ ബിരിയാണി ഇവിടെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ, ഇന്ന് രാത്രി കഴിക്കണേക്കാൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം നാളെ കഴിക്കണതാണ്. അപ്പൊ നാളെ ആകുമ്പോഴത്തേനും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് അതിട്ടു. പിന്നെ ഉപ്പ് വേണ്ടേ? യെസ്, ഉപ്പിട്ടോ. അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഒത്തിരി ഉപ്പിടുന്നില്ല, കാരണം ഇനി നമ്മളിത് ഗ്രേവിക്കൊക്കെ നമുക്ക് ഉപ്പ് ചേർക്കണം. അപ്പൊ നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിരിയമുളക് പൊടിയാണ് ഇത്. 1 സ്പൂൺ പിരിയമുളക് പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഒരു കുരുമുളക് പൊടി ഇടുവാണ് കേട്ടോ. കുരുമുളക് പൊടി, ലേശം കുരുമുളക് പൊടി. ഓക്കെ, 1 സ്പൂൺ ഉണ്ട് കേട്ടോ. ഇത് കയ്യളവാണ് കേട്ടോ എനിക്ക്, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ ചില സമയത്ത് പറയുമ്പോൾ മഞ്ഞപ്പൊടി എന്ന് പറയൂ കേട്ടോ. അപ്പം 1-2 പേര് കമന്റ് ചെയ്ത് മഞ്ഞപ്പൊടി അല്ല മഞ്ഞൾപ്പൊടിയാന്ന് പറഞ്ഞു. ആക്ച്വലി നമുക്ക് അറിയാമെങ്കിലും നമ്മളിങ്ങനെ പറയുമ്പോൾ ലോപിച്ച് മഞ്ഞൾപ്പൊടി എന്നായി പോകുമല്ലോ, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഒരു 1/4 സ്പൂണിലും കുറച്ചും കൂടെ കൂടുതൽ, 1/2 സ്പൂൺ ഇല്ല, 1/2 ടീസ്പൂൺ ഇല്ല, അത്രയും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് മതി. വളരെ 1 സ്പൂൺ ഇല്ല കേട്ടോ, 3/4 സ്പൂൺ ഉള്ളത്. ഞാൻ ഇട്ടിട്ട് കുറേ തിരിച്ചിട്ടേ, അതുകൊണ്ട് കേട്ടോ. അതിട്ടു. അപ്പൊ ഗരം മസാല ഞാൻ ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഗരം മസാലയും കൂടി ഇട്ടു. പിന്നെ വേറെ സർപ്രൈസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു പുതിയ ചാനൽ വരുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ പറയാം. അത് കുക്കിംഗ് ബേസ് ചെയ്ത ചാനലൊന്നും അല്ല കേട്ടോ, വേറൊരു ചാനല്. കുക്കിംഗ് ഉണ്ടോന്ന് ഇതിനകത്ത് കുക്കിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഞാനുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെ കൂടിയിട്ടുള്ള ഒരു ചാനൽ വരുന്നുണ്ട്. ഓക്കെ. ഞാൻ ഉണ്ടാക്കുന്ന ഈ ബിരിയാണി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. സത്യം ഞാൻ പറയും, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും കൊള്ളത്തില്ലെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇത് അടിപൊളി ബിരിയാണിയാ, നിങ്ങൾ കഴിച്ചു നോക്കണം. ഇതൊരു സ്പെഷ്യൽ, എൻ്റെ സ്പെഷ്യൽ ബിരിയാണി. ഓക്കെ, നോക്കി ഞാൻ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ ട്രൈപോഡിൽ വീഡിയോ വെച്ചിട്ട് അല്ല ക്യാമറ വെച്ചിട്ട് ഞാൻ തന്നെ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് സെറ്റപ്പ് ആക്കി. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ അടിപൊളി സെറ്റ് ആകും. ഒരു 10 മിനിറ്റ് അപ്പൊ ഫ്രീസറിൽ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണി റൈസ് ഇരിക്കുന്നത്. ഇത് 2 നാഴി അരിയാണുള്ളത്, 2 ഗ്ലാസ് അരി ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം? ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ പോയ സമയത്ത് അമ്മ സബോള വറുത്ത് വെച്ച കേട്ടോ. അപ്പം അത്യാവശ്യം സബോള വറുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കൃത്യമായിട്ടുള്ള ഇന്നതെന്ന് പറഞ്ഞിട്ട് റെസിപ്പി ഒന്നും അല്ല കേട്ടോ. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് കാണിച്ചു തരാം. മെത്തേഡ് മനസ്സിലാക്കുക, ബാക്കി സാധനങ്ങളൊക്കെ അവനവന്റെ രീതിയിലൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ സബോള അമ്മ വറുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയും പച്ചമുളകും കൂടെ, സോറി ഇഞ്ചിയും പച്ചമുളകും അല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നോക്കൂ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അമ്മ ചതച്ച് വെച്ചാട്ടോ, ഞാൻ ചിക്കൻ കഴുകിയ സമയത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. റൈസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ നമുക്ക് സെറ്റ് ആക്കിയതിനു ശേഷം റൈസ് ഉണ്ടാക്കാം. സബോള ഉണ്ട്, അതോടൊപ്പം തക്കാളി, ഇതൊരു 1.5 തക്കാളി ഉണ്ട്, ഒരു 2 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചില്ലേ, അതിന്റെ കൂടെ ഇത് അമ്മ ചതച്ച് വെച്ചാണ്. അതിന്റെ കൂടെ ആക്ച്വലി നമ്മളൊരു
3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 പച്ചമുളകും കൂടെ ചതയ്ക്കണം. അത് അമ്മ മറന്നുപോയിരുന്നു. അപ്പൊ അതും കൂടെ ചതച്ചിട്ടാണ് നമ്മൾ സംഭവം സെറ്റ് ആക്കാൻ പോണേ. പിന്നെ നമ്മളിതൊരു 10 മിനിറ്റ് നമ്മുടെ വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചിക്കനൊക്കെ അങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഫ്രൈ പാൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഫുള്ളായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടൊന്നുമില്ല, ഒരു ഹാഫ് കുക്ക് അത്രേ കുക്ക് ചെയ്യുന്നുള്ളൂ. ഒരു ഹാഫ് കുക്കിൽ നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നു. പിന്നെ ഇതിന്റെ കുക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പല സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ ഇതിൽ വെച്ചിട്ടൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്കകത്തൊന്ന് കുറച്ചൊന്ന് കുക്കാകും. പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ ഒന്ന് കുക്കാകും. അങ്ങനെ 3 സ്റ്റെപ്പ് പ്രോസസ്സാണ് കേട്ടോ. ഭയങ്കര വമ്പൻ കുക്കിംഗ് സംഭവമാണ് കേട്ടോ നമ്മുടെ ബിരിയാണി. പക്ഷെ എളുപ്പം കേട്ടോ, നിങ്ങൾക്ക് ചെയ്തു നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. വീട്ടിലൊക്കെ പിള്ളേർക്കൊക്കെ ബിരിയാണി ഒക്കെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കും. വലിയ സമയമൊന്നും വേണ്ട. അത്യാവശ്യം നല്ല പീസ് നോക്കിയിട്ടാട്ടോ എടുത്തേക്കുന്നേ. സെറ്റ്. അപ്പൊ അതെ, ചിക്കൻ നമ്മൾ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ഹാഫ് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഡാൻസ് കളിച്ചല്ല കേട്ടോ, ചൂടുണ്ടോ നോക്കിയതാണ്. നമ്മുടെ ചിക്കൻ കണ്ടത് ഇങ്ങനെ 1 സൈഡ് കുക്ക് ആക്കി കേട്ടോ. 1 സൈഡ് കുക്ക് ആയതിനു ശേഷം ഞാൻ തിരിച്ചിട്ടു. അങ്ങനെ നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇത്രയും ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സബോള വഴറ്റിയിട്ട് മാറ്റി വെച്ച ആ ഒരു എണ്ണയില്ലേ, ആ എണ്ണയ്ക്കകത്ത് കുറച്ചെണ്ണ, ഒരു 1.5 ടീസ്പൂൺ എണ്ണ കാണും കേട്ടോ. 2 ടീസ്പൂൺ ഉണ്ട്. അമ്മ കണ്ടില്ലേ, മല്ലിയും പുതിനയൊക്കെ കുറെ സമയമായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടു വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ വിഷാംശമുള്ള സാധനം മല്ലിയും പുതിനയൊക്കെ. നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ഈ 3 സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒക്കെ ഇത്രയും സാധനം കണ്ടില്ലേ. ഈ സാധനം അരിഞ്ഞത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിട്ടു, ഒന്ന് മൂക്കട്ടെ. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ. 2 പച്ചമുളക് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് വേറൊരു സംഭവം ഉണ്ട്, ഒരു ടെക്നിക്ക് ഉണ്ട് ഇതിന് കേട്ടോ. അത് നമുക്ക് പിന്നെ കാണാം, അതിപ്പോഴല്ല. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഈ സബോള ഇട്ടിട്ട് ഞാൻ പറയാം കേട്ടോ. വേറൊരു ഇതിന് ടേസ്റ്റ്, ഭയങ്കരമായിട്ട് ടേസ്റ്റ് കിട്ടാനുള്ളൊരു കാര്യമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഇത് ഇട്ടതിന് ശേഷം ബാക്കി പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ സബോള ഇട്ട് ഇനി പറയാം. അപ്പൊ ഇനി സബോള വഴട്ടെ. അതിന് ഞാൻ പറഞ്ഞ ടെക്നിക്ക് എന്താന്ന് പറയാവേ. നമ്മൾ കണ്ടില്ലേ, കുറച്ച് സബോള നമ്മൾ വഴറ്റി വെച്ചിട്ടില്ലായിരുന്നു. ഇത് നമ്മൾ സാധാരണ നമ്മുടെ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ റൈസ് സെറ്റ് ചെയ്യാനായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഇത്. പിന്നെ കുറച്ച് നമ്മളിങ്ങനെ കറിയിലേക്ക് ഇങ്ങനെ ഇടും. ഇത് വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇതിങ്ങനെ കിർക്കിർന്നാവണ രീതിയിൽ അങ്ങനെയല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇച്ചിരി ഒരു സോഫ്റ്റ് രീതിയിൽ അങ്ങനെയാണ് ഇത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം, ഇതിന്റെ അകത്ത് ഈ സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ പൊടിച്ച് പൊടിയണ രീതിയിൽ അത്രയും ഫ്രൈ ചെയ്തിട്ടാണ് പൊടിച്ച് ആ കറിക്കകത്തേക്ക് ഇടുക ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് മിക്സിയുടെ ജാറിന്റെ അകത്തിട്ട് അരയ്ക്കുകയും അരച്ചിട്ട് നമ്മൾ ഗ്രേവിക്കകത്ത് ഒഴിക്കും കേട്ടോ. നമ്മുടെ സബോള എങ്ങനെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ ചേർക്കാൻ പോകുന്ന മസാലകളൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, ഓക്കെ, നമുക്ക് ഇതിന് ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നമ്മൾ ഒത്തിരി വേണ്ട കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. മുളക് ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി നമ്മളിത് ഒരു 1/2 അരയേ ഉള്ളൂ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇടാതെ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കും. എല്ലാം കൂടെ ഒന്നിച്ച് കുക്ക് ചെയ്യണം. നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ അമ്മയ്ക്കൊക്കെ അത് ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ തക്കാളിയും കൂടി ഇട്ടു കേട്ടോ. ഇനി നമ്മൾ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റുവാണ്. പിന്നെ ഒരാളെ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. ഇതിന്റെ അത്ര പ്രധാന സാധനമുണ്ട്, തൈര്. കുറച്ച് പുതിനയില ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും എടുത്തിട്ടുള്ളൂ. ഈ പുതിനയില ഇതിന്റെ ഇരട്ടി മല്ലിയിലയും കൂടെ നമ്മൾ ഈ ഗ്രേവിയല്ല, ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ തൈര് ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതെ, നമ്മുടെ മല്ലിയില എടുത്തിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചിടട്ടെ, അല്ലെ കരിഞ്ഞു പോകും. കാരണം നമ്മൾ വർത്താനം പറഞ്ഞ് കുക്കിങ്ങും കൂടെ ചെയ്യുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ വേറൊരു രസമുണ്ട് കേട്ടോ. ഇന്നത്തെ കുക്കിംഗ് ചെയ്യാനായിട്ട് രസമുണ്ട്. സാധാരണ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെത്താൻ നിന്നല്ലേ, ആരും വർത്താനൊന്നും പറയാനൊന്നുമില്ല, നമ്മൾ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നു. അപ്പൊ ഇന്ന് ശരിക്കും ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന ഒരു ഫീല് കിട്ടണുണ്ട് കേട്ടോ. എനിക്ക് നമ്മൾ പുതിനയില ഇട്ടു, മല്ലിയില ഇട്ടു. ഇനി നമ്മൾ ചേർക്കാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ട തൈര് 2 സ്പൂൺ
3 സ്പൂൺ 4 ടീസ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ നമ്മുടെ ചിക്കൻ അങ്ങനെ ഗ്രേവി, ബിരിയാണിയുടെ ഗ്രേവി കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല സ്റ്റൈലും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഗ്രേവി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നതിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അരക്കൂ എന്ന് പറഞ്ഞില്ലേ, കണ്ടോ നമ്മൾ ആ സബോള അരച്ചതാണ് ഇത്. അപ്പൊ സബോള അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലേശം കുരുമുളക് പൊടിയും കൂടെ അതിന്റെ കൂടെ ചേർത്തിട്ട് ഓക്കെ മതി. തരി ഇട്ടുള്ളൂ, ഒരു 1/4 സ്പൂണാണ് ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ ചേർത്ത്. അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇനി ഒന്ന് മിക്സ് ചെയ്യാൻ പോവാട്ടോ. ഒരല്പം മല്ലിയിലയും കൂടെ അതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ അത് സെറ്റാക്കി. ചിക്കന്റെ പരിപാടി കഴിഞ്ഞു, ഇനി റൈസിന്റെ പരിപാടിയിലേക്ക് പോകും. അപ്പൊ റൈസ് ഇതുവരെ ഞാനുണ്ടല്ലോ വെള്ളത്തിലിട്ട് കുതിർത്തൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നന്നായിട്ട് കഴുകി എടുക്കണം. ആ ഒരു കുതിർമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുതിർത്ത് വെച്ചേക്കുന്നില്ല. അപ്പൊ അത് കഴുകി എടുക്കണം ഒന്ന്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു പാത്രത്തിലാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതെല്ലാം കൂടി ആയിപ്പോ നമ്മുടെ മസാല കണ്ടോ നല്ല സെറ്റ് മസാലയായില്ലേ. കാണാൻ നല്ല ഭംഗി, നല്ല ടേസ്റ്റിൽ, നല്ല അടിപൊളി രീതിയിലാണ് കേട്ടോ മസാല എങ്ങനെ ആയിട്ടുള്ളത്. ഉണ്ടോ, ഇതാണ് ഫൈനൽ സ്റ്റേജ് മസാലയുടെ. ഇനി നമ്മൾ ഈ മസാല ഇങ്ങനെ കാണുന്നില്ല, ഇനിയും രൂപമാറി വേറെ രീതിയിലാണല്ലോ റൈസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത്. അപ്പൊ മസാല നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ചരുവ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മളിത് ഗീ ആണ് കേട്ടോ ഒഴിക്കുന്നത്. നമ്മൾ പറ്റിച്ചെടുക്കുന്ന ടൈപ്പിലല്ല കേട്ടോ ചെയ്യുന്നത്, കോരി എടുക്കുന്ന ടൈപ്പിലാണ്. അപ്പൊ നമ്മൾ നെയ്യ് ചൂടായപ്പോഴത്തേക്ക് അതിന്റെ അകത്ത് ഒരു അല്പം ജീരകം ഇട്ട് പൊട്ടിക്കും കേട്ടോ. ഇവിടെ നമ്മള് മസാലകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പട്ടയുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്ക ഉണ്ട്, പിന്നെ സ്റ്റാർ പോലത്തെ സാധനം ഇല്ലേ അതുകൊണ്ട് കേട്ടോ. അത് ഇതിലേക്ക് നമ്മൾ നമ്മുടെ കഴുകി ഊറ്റി വെച്ചേക്കുന്ന റൈസ് ആണ് കേട്ടോ. ഈ റൈസ് ചേർത്ത് കൊടുക്കുവാണേ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പൊ അതെ നമ്മുടെ റൈസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കണം, ഉപ്പിടണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്, പച്ചവെള്ളം അല്ല. വെള്ളം കണക്കൊന്നുമില്ല കേട്ടോ, അരിയുടെ കണക്ക് ഇത്ര അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളിത് വറ്റിച്ചല്ലോ എടുക്കുന്നത്, വറ്റിച്ചല്ല കോരി വയ്ക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. വെള്ളം ഒഴിച്ചു. ഇനി ഉപ്പിടണം. അതിന്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ നമ്മുടെ പച്ചമുളക്, ഞാൻ പറഞ്ഞില്ലേ ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളി ഒക്കെ ചതച്ചതും കൂടെ നമ്മൾ ഈ വെള്ളത്തിന്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ചേർക്കാനുള്ള മെയിൻ സാധനം ഉപ്പാണ്. ഉപ്പിടാൻ മറന്ന പോലെ ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിന്റെ ഉപ്പിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. ചോറിലേക്ക് അത് ആയിക്കോളും കറക്റ്റായിട്ട്. അങ്ങനെ നമ്മുടെ റൈസ് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു 90% വേവണം കേട്ടോ. മറ്റേപാട് നമ്മൾ ശരിക്കുള്ള തലശ്ശേരി ബിരിയാണിയൊക്കെ ദമ്മ് ചെയ്യണ പോലെ അങ്ങനെ ഒരു 60% വെന്ത് ദമ്മിട്ട് അങ്ങനെയല്ല. ഇതൊരു 90% വേവണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കഴിക്കണമല്ലോ, രാത്രി കഴിക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി ലേറ്റായി. അപ്പോൾ സംഭവം വെന്ത് വന്നിട്ടില്ല, വേവട്ടെ. അങ്ങനെ നമ്മുടെ റൈസ് നമ്മളിത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു രീതിയിൽ നമ്മളൊരു ഓട്ടപാത്രത്തിലേക്ക് നമ്മൾ റൈസ് ഒരു 90% വേവായി ഇപ്പൊ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടർ ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു സൂപ്പ് കൊടുക്കാൻ വേണമെങ്കിൽ അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സംഭവം തന്നെ ഇത് തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ സ്റ്റോക്കോ അല്ലെങ്കിൽ ചിക്കൻ പീസോ കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് സൂപ്പാക്കി, അല്ലെങ്കിൽ വെജിറ്റബിൾ ഒക്കെ ഇട്ടിട്ട് വെജിറ്റബിൾ സൂപ്പാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റോക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയ സാധനമാണ്. നമ്മൾ ഊറ്റി വെറുതെ കളയുന്നതിന് പകരം നമുക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റും കുടിക്കാനായിട്ട്. പിന്നെ ബിരിയാണി ദമ്മൊക്കെ ആയി വരുന്ന പോലെ നമുക്കൊരു നമ്മൾ വർക്ക് ചെയ്ത് ക്ഷീണിച്ചിരിക്കുമല്ലേ, അപ്പൊ നമുക്കൊരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിലും ഈ സാധനം കുടിക്കണം, നല്ലതാണ്. എല്ലാവരും കുടിക്കുമെന്ന് അറിയത്തില്ല, എന്താണേലും ഞാൻ കുടിക്കും. ഞാനിവിടെ കുടിക്കുന്ന കണ്ടിട്ട് അച്ഛനും അമ്മയും കുടിക്കൂട്ടെ. അവരും ഓരോ കപ്പ് ഇങ്ങനെ ഇപ്പൊ കൊണ്ടുപോയിട്ടുണ്ട് കുടിക്കാനായിട്ട്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മളിത് ദം ഇടാൻ പോവാണ്. അത് നമ്മുടെ ഈ ഒരു പാത്രം ഇല്ലേ, നമ്മുടെ അരി വേവിച്ച പാത്രത്തിൽ തന്നെയാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ ആ റൈസ് അതിലേക്ക് മാറ്റിപ്പോ ജസ്റ്റ് ഇതൊന്ന് എടുത്തു. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സലാഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സലാഡിന് വേണ്ടിയിട്ട് നമ്മൾ സബോളയും തൈരും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തേക്കാം. പിന്നെ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. മുട്ടയൊന്നും ഇല്ല കേട്ടോ, വേണമെങ്കിൽ ഉപയോഗിക്കാം.
പിന്നെ നമ്മൾ പറയാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിസ്മിസും അണ്ടിപ്പരിപ്പ് ഇല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് കപ്പലണ്ടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ കപ്പലണ്ടി വറുത്താണ് ചേർക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യുക. അണ്ടിപ്പരിപ്പ് ഇരുന്നത് തീർന്നു. ഓക്കെ, അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ടെൻഡൻസി തോന്നും. അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ കാണുമ്പോൾ, അതുകൊണ്ട് അത് തീർന്നു പോയി. ബാക്കി അതുകൊണ്ട് കപ്പലണ്ടി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പാത്രത്തിന്റെ അകത്ത് നമ്മൾ കുറച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് ആക്കിയിട്ടുണ്ട്. കാരണം ഫുൾ പാത്രത്തിനകത്ത് ആക്കിയിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് നമുക്കിനി നമ്മുടെ ചിക്കന്റെ ആ ഒരു മസാല ഉണ്ടല്ലോ, ആ മസാല നമ്മൾ തീ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇപ്പൊ മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിടിപ്പിക്കാം. ഒരു കാര്യം കൂടെ കാണിച്ചോട്ടെ. ഇതേ തന്നെ ആയതുകൊണ്ട് ഭയങ്കര പാടാട്ടോ കാണിക്കാനായിട്ടല്ല, ഒന്നും വിചാരിക്കരുത്. മല്ലിയില കൂടുതൽ, അതിനേക്കാളും കുറച്ച് കുറവാണ് കേട്ടോ പുതിനയില. ആ ഒരു റേഷ്യോയിലാണ് എടുക്കുന്നത്. മല്ലിയില പുതിനയില എടുക്കുന്നത്. മല്ലിയില കൂടുതൽ. ഈ ഗ്രേവി നമുക്ക് ഏറ്റവും അടിയിൽ ഫുള്ളായിട്ട് ഗ്രേവിയാണ് കേട്ടോ ഇടുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഇതിന്റെ അകത്തേക്ക് കണ്ടോ, ഇത് ചെറിയ പാത്രം. ഇതിന്റെ അകത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇത്. ഓക്കെ, ഇനി നമ്മൾ ലെയർ ആയിട്ട് ഇത് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളെ ചോറ് കോരിയ പാത്രം കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ മല്ലിയില കുറച്ചിട്ടു. ഓക്കെ, പുതിനയില കുറച്ച് സ്പ്രെഡ് ചെയ്തു. പിന്നെ നമ്മൾ സബോള സ്പ്രെഡ് ചെയ്തു. കണ്ടില്ലേ, എല്ലാം ഇട്ടിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കപ്പലണ്ടി സ്പ്രെഡ് ചെയ്ത് ഏറ്റവും മുകളിൽ ഇടാനായിട്ട് വേണം കേട്ടോ, സ്റ്റൈലിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കിസ്മിസ് കുറച്ച് സ്പ്രെഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കുറച്ചത് ഒരു പിഞ്ച് കണ്ടോ ഗരം മസാലയുടെ പൗഡർ റൈസിലേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഈ എന്താണ് എസൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എസൻസ് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. എസൻസ് ഒന്നും ഇല്ലായിരിക്കണം നല്ലത്. ഓക്കെ, സെക്കൻഡ് ലെയർ ഇത് ഉണ്ട് കേട്ടോ, റൈസ് ഉണ്ട്. എന്നാലും നാളെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് റൈസ് കൂടുതലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല രസമായിരുന്നു, അത് വേറെ കാര്യം. ഇതിങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. ഓക്കെ, ഇച്ചിരി വേണാറ് കുറച്ച് കുറവാണ്. സെക്കൻഡ് ലെയർ ഇട്ടു. അവിടെ നമ്മൾ ഈ പറഞ്ഞ രീതി സെയിം പ്രൊസീജിയർ ഓക്കെ ഇട്ടു. ഇനി നമ്മളൊരു കാര്യം ചെയ്യും കേട്ടോ. ആദ്യത്തിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതാ ചിക്കനുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയറിനോട് നെയ്യൊന്നും നമ്മൾ ഒട്ടും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ നമ്മൾ ഇത് ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം. നമ്മുടെ നെയ്യ് എവിടെ നെയ്യ്? ആ യെസ്, കിട്ടി. ഓക്കെ, അപ്പം നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ. ഇപ്പോഴാണ് കേട്ടോ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തത്. ഓക്കെ, സബോള ഇട്ടു. കാഷ്യൂനട്ട് എന്നുള്ള പേരിലുള്ള കപ്പലണ്ടി ഇട്ടു. പിന്നെ നമ്മുടെ കിസ്മിസ് ഇട്ടു. ഓക്കെ, ഇനി ബാക്കി നമ്മൾ ഏറ്റവും ടോപ്പിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഗരം മസാല ഇട്ടോ? ഇല്ല. ഓക്കെ, ഒരു പിഞ്ച് ഗരം മസാല കണ്ടോ, ഈ 2 വിരലിൽ പിടിക്കുന്ന അത്രേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും ഇല്ലേ. അത്രയും ഗരം മസാല കൂടെ റൈസിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നിങ്ങൾ ഈ കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഉള്ള ഒരു ബിരിയാണി സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് പറയണോട്ടോ എങ്ങനെയാണോ ഉണ്ടാക്കണേ, എങ്ങനെയാണ് കമന്റ് ചെയ്യണേ. ഇത് ഞാൻ സ്വന്തമായിട്ട് പല സ്ഥലത്തു നിന്നൊക്കെ കണ്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത് അങ്ങ് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണിത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉടമസ്ഥ ഞാൻ തന്നെയാണ് ഇതിന്റെ. കാരണം ഇതിന്റെ അകത്ത് ശരിക്കും ഉണ്ടാകുന്ന ബിരിയാണിന്ന് ഒത്തിരി മാറ്റമൊക്കെ കാണുമായിരിക്കും. ഓക്കെ, അപ്പൊ അതെ ലാസ്റ്റ് ചോറിട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടോ. അത് ഒന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. കണ്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തത്, ഈ റൈസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്കിത് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ, ഒരു സ്പൂൺ ഉണ്ട്. ഇത് ഏറ്റവും ടോപ്പ് ലെയർ ആണേ. അപ്പൊ നമ്മുടെ മല്ലിയില ഇട്ടു, പുതിനയില ഇട്ടു. ഓക്കെ, ഒരു പിഞ്ച് ഗരം മസാല. ഇനി ഈ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ മുകളിലേക്ക് തട്ടിപ്പൊത്തി അങ്ങിടാൻ പോവാണേ. കഴിഞ്ഞു. ഇനി വലിയൊരു സീൻ ഉണ്ട് കേട്ടോ, അത് കാണിച്ചാൽ എന്താന്ന് പറയാ. വലിയൊരു സീൻ എന്താന്ന് പറയാം. അപ്പൊ ഇത് നിങ്ങൾക്കത് കാണണ്ടേ, ഞാൻ കാണിക്കാട്ടോ. വലിയ സീൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഈ ആൾക്കാരുണ്ടാക്കുമ്പോ ഈ സീൽ ചെയ്തിട്ട് ഉണ്ടാക്കത്തില്ലേ, സത്യം പറയാം നിങ്ങൾ ആരും കളിയാക്കരുത്. നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ സീൽ ചെയ്തിട്ടാണ് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റീം ചെയ്തിട്ട് അങ്ങനെയാണ്, മീൻസ് തീ കൊടുത്തിട്ടാണ് എടുക്കാറുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റ്, ഫ്ലേവർ പുറത്തേക്ക് പോയിരിക്കാനുണ്ട്. അതുകൊണ്ട് മൈദ ഞാനവിടെ കലക്കി മീൻസ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കുന്നില്ല. എന്താണെങ്കിലും നിങ്ങൾ കളിയാക്കും, ഇങ്ങനെ ഒരു കുഞ്ഞ്
ഒരു ഊള ബിരിയാണി അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് നീ വലിയ സെറ്റപ്പ് രീതിയിലൊക്കെ ഉണ്ടാക്കിയെന്ന് പറയരുത്. ഓക്കെ, അതുകൊണ്ടാണ്. എന്നാലും എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ബിരിയാണി ഇരിക്കുന്നത്. നല്ല സെറ്റപ്പ് ഒക്കെ കേട്ടോ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, ഈ എസൻസ് നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെയുള്ള ബോട്ടിലിൽ ബിരിയാണി എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് വെച്ചാൽ ഇതുപോലെ സ്പൂണിന്റെ അകത്തേക്ക് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒഴിച്ചിട്ട്, ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം കൈ ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ 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 ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറച്ച് വീഴത്തില്ല, അങ്ങനെ അത്രയാണ് എസൻസ് ഒഴിക്കാറുള്ളത്. അപ്പൊ നമ്മളിത് നമ്മുടെ ബിരിയാണിയുടെ സംഭവം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഇതിൽ മൈദയൊക്കെ വെച്ച് നമ്മൾ സീൽ ചെയ്ത്, പാത്രമൊക്കെ സീൽ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇവിടുന്ന് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ സംഭവം ഈ ഇരിക്കുന്ന എന്നാ വെച്ചാൽ കട്ടൻ ചായ വെക്കാനുള്ളതാണ്. കട്ടൻ ചായ ആയി കഴിയുമ്പോൾ അത് പൊടിയൊക്കെ ഇട്ട് വെച്ചാൽ ഞാൻ ഇതിന്റെ മുകളിലേക്ക് അങ്ങ് എടുത്ത് വെക്കും. അപ്പൊ ആ ഒരു സ്റ്റീം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ വഴികളിലൂടെ. അപ്പൊ എന്താണ്, ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ രീതി, ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബിരിയാണി നമുക്ക് തുറക്കാം. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് പൊട്ടിക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ബിരിയാണി ഇരിക്കുന്നത് കേട്ടോ. നല്ല സെറ്റാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിങ്ങളെ കാണിക്കുന്നതാണ്. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണം, നല്ല ലുക്ക് ഉണ്ട് മണം. ഓക്കെ, ഇനി നമുക്ക് ഗുണവും രുചിയൊക്കെ ഉണ്ടോ നമുക്ക് നോക്കണ്ടേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ, ഈ ബിരിയാണി നമ്മൾ വേറെ റൈസ് കട്ടർ വെച്ചിട്ട് നമ്മൾ മാറ്റി കേട്ടോ ചെയ്യുന്നത്. നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ബിരിയാണി ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ ദം ഇടുമ്പോ എന്താ വെച്ചാൽ ചിക്കന്റെ ഫ്ലേവർ ഉണ്ടല്ലോ റൈസിലേക്ക് മൊത്തം അങ്ങോട്ട് സെറ്റ് ആകും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിലും ടേസ്റ്റ് ആണ്, വറ്റിച്ചെടുക്കുമ്പോൾ മറ്റൊരു ടേസ്റ്റ് ആണ് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും. അപ്പൊ എന്താ വെച്ചാൽ മസാലയൊക്കെ ഫുൾ അതിലേക്ക് അങ്ങ് ആവൂലോ. ചോറ് കംപ്ലീറ്റ് നമ്മളിത് ഇങ്ങനെ കോരി 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 മൊത്തം എടുക്കുവാണ്. ഈ തിരിച്ച് കാണിക്കണമെന്നുണ്ട് കാര്യങ്ങൾ നിങ്ങളെ, പക്ഷേങ്കിൽ ക്യാമറ അവിടെ വെച്ചേക്കുന്നതുകൊണ്ട് പിന്നെ തിരിച്ചങ്ങനെ എടുത്ത് കാണിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ്. കണ്ടോ, അതെ ഈ രീതിയിലിരിക്കും ബിരിയാണി, കണ്ടോ. ഓക്കെ, നമുക്ക് ഈ ബാക്കിയുള്ള റൈസ് എല്ലാം മാറ്റാം നമുക്ക്. അപ്പൊ അച്ഛനും അമ്മയും കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, നമ്മൾ കുറെ റൈസ് എല്ലാം മാറ്റി നമ്മൾ ആ കറി ഉണ്ടാക്കിയ പാത്രമില്ലേ അതിലേക്ക് നമ്മൾ ചിക്കൻ മാത്രം നമ്മളിത് ഇങ്ങനെ എടുക്കുക കേട്ടോ. ചിക്കന്റെ പീസുകൾ തന്നെ, ചിക്കനൊന്നും ഇങ്ങനെ ഒരു പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. ചിക്കനും ആ ഗ്രേവിയും കൂടെ കൂടി ഇങ്ങനെ കോരി മാറ്റി വെക്കുവാണ്. പിന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇതും അതും ഒക്കെ കൂടെ കൂട്ടി നമുക്ക് ഒന്നിച്ചാക്കി എടുക്കാം. അടിയിലൊന്നും ഒട്ടും പിടിക്കത്തൊന്നുമില്ല. ചോറ് കട്ടിയുള്ള പാത്രം ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി. ഇങ്ങനെ എടുക്കാം നമുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പൊ ഇന്നത്തെ ഈ ഒരു ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ബിരിയാണിയുടെ റെസിപ്പീസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബിരിയാണി. പക്ഷെ വീഡിയോ ആയിട്ട് കൂടുതൽ ചെയ്യാത്തൊരു സാധനം ബിരിയാണിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ടൈപ്പ് ബിരിയാണി സെറ്റ് ചെയ്ത്. ഇനി നോക്കിയേ, ഇതിന്റെ അകത്ത് കുറച്ച് റൈസ് കണ്ടോ, നല്ല ഗ്രേവിയുള്ള റൈസും ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യണമെന്നറിയാം, നമ്മൾ ഒരു പീസ് ചിക്കൻ വെച്ചു, ഇങ്ങനെ കണ്ടില്ലേ. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രേവി ഉള്ള ചോറുണ്ടല്ലോ അത് അതിന്റെ കൂടെ നമ്മൾ ഇട്ടു. ഓക്കെ, നല്ല ഗ്രേവിയുള്ള ചോറിട്ടു. അതിനുശേഷം നമ്മൾ ഗ്രേവി കുറഞ്ഞ ചോറില്ലേ അതും കൂടി നമ്മൾ ഇതിന്റെ അകത്തേക്ക് സെറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ വിളമ്പുന്നത്. അപ്പൊ അകത്ത് ചിക്കൻ ഉണ്ട് കേട്ടോ. മതിയോമേ? അച്ഛനാണേ, ഇത്ര മതിയോ? അപ്പൊ നോക്കിയേ, ഈ സെറ്റപ്പിൽ കിട്ടും കണ്ടോ. ഈ ഒരു രീതിയിൽ നമ്മുടെ ബിരിയാണി ഇരിക്കും. അപ്പൊ നോക്ക്, പപ്പടം ഉണ്ട്, ഇതുണ്ട്, മുട്ടയില്ല, പിന്നെ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഈസി ആയിട്ട്. അപ്പൊ ഇത് മതിയോ അമ്മ സലാഡ്? ഓക്കെ, ബിരിയാണിയുടെ കൂടെ നമ്മളിത് കടിഞ്ചായ ഉണ്ട് കേട്ടോ. നമ്മൾ ആ മുകളിൽ വെച്ചില്ല, ആ കടിഞ്ചായാണ്. ഇനി ഞാൻ എടുക്കട്ടെ കേട്ടോ. അവർക്ക് രണ്ടുപേർക്ക് ഓരോ ചിക്കൻ മതി എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് 2 ചിക്കൻ എന്തായാലും വേണം. ഓക്കെ, അപ്പൊ ഞാൻ 2 ചിക്കൻ എടുക്കുവാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി. നല്ല രുചിയുണ്ട് കേട്ടോ, സത്യം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനോടെ കൂടി കഴിച്ചു നോട്ടെ.
നല്ല ബിരിയാണി കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ മസാലയൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ കുറച്ചുകൂടെ മസാലയുണ്ട്. ഇത് വലിയ മസാലയൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു ബിരിയാണി ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക, കഴിക്കുക, പിള്ളേർക്കൊക്കെ കൊടുക്കുക, എല്ലാവർക്കും സെർവ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്നും ഒരു ബിരിയാണി ഉണ്ടാക്കലുകാരനായി നിങ്ങൾ മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാവരും സ്നേഹത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ബിരിയാണി കഴിക്കലിലേക്ക് പോവുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ശുഭദിനം.